പാലക്കാട്ടെ കുട്ടിയുടെ ആത്മഹത്യ വളരെ വേദനയോടുകൂടിയാണ് നമ്മളെല്ലാവരും കണ്ടത്. എല്ലാവരെയും പോലെ തന്നെ വളരെയധികം വേദന നമുക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. അത് കുട്ടിയെ ക്ലാസ് മാറ്റിയിരുത്തിയതിലുള്ള വിഷമമല്ല, മറിച്ച് കുട്ടിയോട് മാർക്ക് കുറവാണെങ്കിൽ 8ാം ക്ലാസ്സിലേക്ക് തിരിച്ചു പൊക്കോളാം എന്ന് എഴുതി വാങ്ങിയതാണ് അവർ കാണിച്ച ഏറ്റവും വലിയ തെറ്റ്. കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് അവർ ചെയ്തത്. ക്ലാസ് മാറ്റിയിരുത്തുന്ന ഒരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തെന്നാൽ ക്ലാസ് ഒരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് പലർക്കും പല അറിവായിരിക്കും, പല രീതിയിലായിരിക്കും അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവ്. അത് മനസ്സിലാക്കുന്ന ടീച്ചർമാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ കെയർ കൊടുക്കാൻ വേണ്ടി അവരെ അങ്ങനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ഒരുമിച്ച് ഒരു ക്ലാസ്സിലെത്തി അവർക്ക് വീണ്ടും നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. ഇനി അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പേരൻസിനെയും കുട്ടിയെയും പറഞ്ഞ് മനസ്സിലാക്കി അവരെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി പറ്റിയില്ലെങ്കിൽ അവരെ തിരിച്ച് ആ ക്ലാസ്സിൽ തന്നെ എഴുതുക, അവരങ്ങനെ പഠിച്ചോളാം എന്ന് അവർ പറയുകയാണെങ്കിൽ അതിന് നമുക്ക് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അല്ലാത്ത പക്ഷം എനിക്ക് കുറച്ചുകൂടി മാർക്ക് വേണം, അല്ലെ എനിക്ക് കുറച്ചുകൂടി ശ്രദ്ധ വേണം എന്ന് പറയുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നതിന് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനൊക്കെ പഠിച്ച കാലത്ത് ഒരു കാലത്തും അങ്ങനെ ഒരു വേർതിരിവ് അവർ കാണിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടുകളും നല്ല വശങ്ങളും ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ എക്കാലവും ഒരുമിച്ചിരുന്ന കൂട്ടുകാരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ പലപ്പോഴും മുമ്പിലിരിക്കുന്ന ഫസ്റ്റ് ബെഞ്ചേഴ്സ് എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും അവർ പഠിക്കാൻ വളരെ മിടുക്കരായ കുട്ടികളായിരുന്നു. ടീച്ചർ പറയുന്നതൊക്കെ മനസ്സിലായെന്ന് ചോദിച്ചപ്പം ആദ്യം തന്നെ മനസ്സിലായി ടീച്ചറെ എന്ന് പറയുന്ന കുട്ടികൾ ആയിരുന്നു ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന്. സെക്കൻഡ് ബെഞ്ച് തൊട്ട് പുറകോട്ടിരുന്ന കുട്ടികൾ കുറച്ച് മനസ്സിലായവരും ഒട്ടും മനസ്സിലാവാത്തതും എന്താണ് ഈ ടീച്ചർ പറയുന്നത് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്ന കുറേ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഒറ്റ ക്ലാസ്സിലായിരുന്നു. അന്നൊക്കെ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിക്കാൻ കഴിവുണ്ടായിരുന്ന പല കുട്ടികൾക്കും ഈ പറഞ്ഞ പോലെ ഒന്നുകൂടെ പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ എത്തിപ്പെടാമായിരുന്ന പല കുട്ടികളും ആ ക്ലാസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാനൊക്കെ പഠിച്ച കാലത്തെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. ഇപ്പം എനിക്കറിയാം ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ടീച്ചർമാർ പൊറോട്ടയും കറിയും ഒക്കെ കൊടുത്ത് ക്ലാസ് ടൈം കഴിഞ്ഞിട്ട് സ്കൂൾ വൈകുന്നേരം സമയങ്ങളിൽ അവരെ പിടിച്ചിരുത്തി അവർക്ക് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് അവരെ വീണ്ടും പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട ക്വസ്റ്റ്യൻ ബാങ്കുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന സ്കൂളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. പല സ്കൂളുകളിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് പ്രത്യേകം ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ. പക്ഷേ പണ്ട് കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ അതൊന്നും നമ്മൾ കാണാതെ പോകരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ടീച്ചേഴ്സിനെ ഇങ്ങനെ എല്ലാ ടീച്ചേഴ്സും നല്ലതാണെന്നോ എല്ലാ മാനേജ്മെന്റും നല്ലതാണെന്നോ ഒരിക്കലും പറയത്തില്ല. കാരണം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ. കാരണം എൻ്റെ മോൻ പഠിച്ച സ്കൂളിൽ എനിക്കുണ്ടായ ദുരനുഭവം ഞാൻ അടുത്തൊരു വീഡിയോയിൽ വിവരിക്കാം. കാരണം അത് കുറച്ച് ഏറെ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ കുട്ടികളുടെ മാനസികാവസ്ഥയും കൂടെ അറിഞ്ഞിട്ട് വേണം ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാരണവശാലും ഈ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റല്ല. പിന്നെ നേരത്തെ കാലത്തെ ഇടക്കാലത്ത് ഒരു പ്രവണത ഉണ്ടായിരുന്നു. കുറച്ച് പഠിക്കാൻ തീരെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അവരൊരു 8ാം ക്ലാസ് ആകുമ്പോഴേ 7ാം ക്ലാസ് 8ാം ക്ലാസ് ആകുമ്പോഴേ അവർ വേറെ സ്കൂളിലേക്ക് അവരെ മാറ്റാൻ വേണ്ടി പേരൻസിനെയും കുട്ടികളെയും അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവരുടെ സ്കൂളിൽ 100% മാർക്ക് മേടിക്കാൻ വേണ്ടി 100% കുട്ടികൾ വിജയിച്ചു എന്നൊരു ബാൻഡ് അടിക്കാൻ വേണ്ടിയാണ് അവർ ഈ തത്രപ്പാടൊക്കെ കാണിക്കുന്നത്. കാരണം ഒരു ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞാൽ അത് ടീച്ചേഴ്സിനാണ് അതിൻ്റെ പ്രഷർ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ആ പ്രഷർ തിരിച്ചു കൊണ്ട് കുട്ടികളിലേക്ക് വെക്കുന്നു. വളരെ വളരെ പണ്ടത്തെ കുട്ടികളെ പോലെയല്ല, ഇപ്പം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട അനുഭവം പോലെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ. കാരണം അവർ കാണുന്ന കാര്യങ്ങളും അവർ കേൾക്കുന്ന കാര്യങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അങ്ങനത്തെ കാര്യങ്ങളാണ്. അവർക്ക് അപ്രാപ്യമല്ല. എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും കിട്ടുന്ന കാലമാണ്. എന്നെ അമ്മ തല്ലി എന്ന് പറഞ്ഞാൽ പണ്ടത്തെയൊക്കെ കാലത്ത് അമ്മ സ്കൂളിൽ എന്നെ തല്ലി എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെല്ലും 2 അടിയും കൂടെ കിട്ടും. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് നമ്മൾ പറയാറില്ല. അങ്ങനെ ഒരു കാലത്താണ് നമ്മളൊക്കെ പഠിച്ചു വന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. എൻ്റെ കൊച്ചിനെ തല്ലിയെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ടീച്ചറിനെ അവർ ചോദിക്കും എന്തിനാ എൻ്റെ കൊച്ചിനെ തല്ലിയെന്ന് ചോദിച്ചാൽ അവരോട് ദേഷ്യപ്പെടാൻ ചെല്ലും. പക്ഷേ തെറ്റ് ചെയ്താൽ അവർക്ക് ന്യായമായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. അത് അത്യാവശ്യം തന്നെയാണ്. ചെറിയ ചെറിയ ശിക്ഷകളാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ സ്കൂളിലാണെങ്കിലും കൊടുത്തെങ്കിലേ അവരത് തിരുത്തുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം നമ്മൾ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് അതൊരു പിന്നെ ഒരു ബലമാണ്. എന്നെ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ പേരൻസ് വന്ന് അവർ ചെയ്തോളും എന്നൊരു ബലമാണത്. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അവർ ന്യായമാണെങ്കിൽ നമുക്കത് അംഗീകരിച്ചേ പറ്റുള്ളൂ. നമ്മുടെ മക്കളെ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള മര്യാദ കൂടി നമ്മൾ കാണിക്കണം. പക്ഷേ അവർ ചെയ്ത ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറയാനുള്ള ചങ്കൂറ്റവും പേരൻസിനുണ്ടായിരിക്കണം. പല പേരൻസും പേടിച്ചിട്ട് കൊച്ചിനെ മാറ്റിക്കോളും അല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ മാനേജ്മെന്റിനെയും ഈ പ്രിൻസിപ്പളിനെയും ഒക്കെ പേടിച്ച് ടീച്ചേഴ്സിനെയും പേടിച്ചിട്ട് പറയാതിരിക്കും. പക്ഷേ പലതും എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് സ്കൂളുകൾ പറയുമ്പോൾ അവർക്ക് പല അവകാശങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ ക്ലാസ്സുകളിലും പിള്ളേർക്ക് ഹരാസ്മെന്റ് ഉണ്ടായെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് അവിടെ നമ്പരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ ചേർക്കുമ്പോൾ
ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ ചേർക്കുമ്പോൾ ഒരു പേരൻറ്റിന് അല്ലെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് എന്തൊക്കെ അവകാശങ്ങൾ, അറിയാനുള്ള അവകാശങ്ങളാണ് ഉള്ളതെന്ന് ഇപ്പോഴും ആർക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചത് ഇത്. കാരണം പലപ്പോഴും നമ്മൾ സ്കൂളിൽ ചേർത്ത് കഴിയുമ്പോൾ അവർ പറയുന്നത് കേട്ട് പഞ്ചപുച്ഛം അടക്കി പോരുകയല്ല. അത് നമുക്ക് തിരിച്ച് അവരോട് ഇന്ന കാര്യങ്ങൾ, എൻ്റെ കുട്ടിയുടെ ഇന്ന കാര്യങ്ങൾ അറിയാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് പറയാൻ ഒരു പേരൻസിനും തയ്യാറല്ല. നമുക്കൊട്ട് അറിയുകയില്ല. നമുക്ക് എന്തൊക്കെയാണ് അവകാശമുള്ളതെന്ന് നമുക്ക് പലർക്കും അറിയില്ല. അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം എല്ലാ സ്കൂളുകളിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പേരൻസിന് എന്തൊക്കെയാണ് ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ ചേർത്ത് കഴിയുമ്പോൾ അവർക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതറിയാനുള്ള അവകാശം ഓരോ പേരൻറ്റിനുമുണ്ട്. അതിനൊരു ബോധവൽക്കരണം പേരൻസിന് കൊടുക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.